ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ ഹോസ്റ്റലിലാണ്. അപ്പം നമ്മൾ ഇവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ബാംഗ്ലൂരും ചെന്നൈയൊക്കെ ഉള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ നാട്ടിലുള്ള കുറച്ച് സ്പെഷ്യലായിട്ടുള്ള എന്താ പറയുക വിഭവങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കറികളൊക്കെ കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ റൈസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇതാ ഉള്ളി, അതുപോലെ പച്ചമുളകും അങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണുന്നുണ്ടോ? അപ്പോൾ കുക്ക് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഫ്രണ്ടിൻ്റെ പേര് റിതു എന്നാണ്. അപ്പോൾ ആളാണ് കുക്ക് ചെയ്യുന്നത്. ക്യാമറ എന്താ പറയുക, അലർജി ആയതുകൊണ്ട് ഒരു ക്യാമറയിൽ വരുന്നില്ല കേട്ടോ. പിന്നെ അതിൽ നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടത് പൊട്ടറ്റോ ആണ്. ഈ പൊട്ടറ്റോ അങ്ങനെ 2 കഷ്ണാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളി, ഒരു 2 തക്കാളിയും കൂടി വേണം. പിന്നെ വേണ്ടത് ഒരു 5 കോഴിമുട്ട ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ വരഞ്ഞിട്ട് പിന്നെ ഒരു എന്താ പറയുക ഉപ്പും മഞ്ഞപ്പൊടിയും തേച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയും മുളകും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ടു കേട്ടോ. ഈ നന്നായിട്ട് ഇളക്കുക. തക്കാളി ഏകദേശം ഇങ്ങനെ വെന്ത് വരുമ്പോൾ നമ്മൾ ഉള്ളീൻ്റെ, അതായത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒന്നും കൂടി ഒരു സംഭവം കൂടി ഇട്ടിട്ടുണ്ട്. ഏലക്ക ഒരു 3 എണ്ണം അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു നല്ല സ്മെല്ലിനും ഒരു ടേസ്റ്റിനും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ വേണ്ടത് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആൻഡ് ഉപ്പ്, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. അങ്ങനെ അത് നല്ല കുക്കിങ്ങിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കട്ടെ, ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇനി നമ്മൾ ഈ ഒരു മസാലയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവട്ടെ. അപ്പോൾ ഒരു പകുതി വേവായപ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ച പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് അവരുടെ ഒരു സ്പെഷ്യൽ സംഭവം എന്ന് പറയുന്നത്. ഈ പൊട്ടറ്റോ ഇങ്ങനെ വലിയ കഷ്ണമാക്കിയിട്ട് അവരിങ്ങനെ എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേണ്ടത് ഈ ഒരു എന്താ പറയുക കോഴിമുട്ട വേവിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നേരെ ഇതിലേക്ക് വെക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എഗ്ഗ് പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളവരൊക്കെ ഇപ്പോൾ ഫുഡ് കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി മാറ്റി വെച്ച സംഭവമാണത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതെങ്ങനെ ഉണ്ട് നോക്കിയോട്ടെ. കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. വെറൈറ്റി സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കുള്ളൂ. അപ്പോൾ ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. നെക്സ്റ്റ് വ്ലോഗ് കാണാം. ടാറ്റാ, ബൈ.